സർ, മത്സ്യസമ്പത്തുകളെ, അതായത് കേരളത്തിലെ മത്സ്യസമ്പത്തുകളെ തകർക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ കോർപ്പറേറ്റുകളെ കൂട്ടുപിടിച്ചിരിക്കുന്നു എന്നാണ് കെ.സി. വേണുഗോപാൽ ഏറ്റവും ഒടുവിൽ ആരോപിച്ചിരിക്കുന്ന ഒരു കാര്യം. ഒപ്പം കേരള തീരത്ത് വീണ്ടും ഒരു ആശങ്ക എന്ന തരത്തിലാണ് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ആശങ്കകളാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് കേരളത്തിന്റെ സമ്പത്തിനെ പറ്റിയൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്? എങ്ങനെ പരിഹരിക്കാനായിരിക്കും സർക്കാർ തീരുമാനിക്കുന്നത്? ഒപ്പം കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവനയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? കെ.സി. വേണുഗോപാലിന്റെ മണ്ഡലം എന്ന് പറയുന്ന ആലപ്പുഴയാണ്. അതായത് അരൂര് തൊട്ട് കരുനാഗപ്പള്ളി വരെയുള്ള കടൽ തീരനുണ്ട്. അദ്ദേഹത്തിന് ഈ കടൽ തീരത്ത് കുറച്ച് ഓട്ടമുണ്ട്. അവരെ ഒന്ന് പാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് തലോടി വിടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അത് കവിഞ്ഞ ലക്ഷ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വളരെ ചതുരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നയമാറ്റമാണ്. അതായത് വൻകിട ഇപ്പോൾ ഇന്ത്യയിലുള്ള വൻകിട മത്സ്യബന്ധന സ്ഥാപനങ്ങൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനം, ട്യൂണ തുടങ്ങിയ പോലുള്ള ഹൈ വാല്യൂ മത്സ്യബന്ധനത്തിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് 12 നോട്ടിക്കൽ മൈലാണ് നമ്മളുടെ മത്സ്യബന്ധനമല്ല, കടൽ തീരം. അതിലേക്ക് ഈ പറയുന്ന വൻകിടക്കാര് വരും എന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തുള്ള ആഴക്കടൽ മത്സ്യബന്ധനത്തിലാണ്. ഇവിടെ ഇപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നതിൻ്റെ വലിയ കമ്പനികളോ അല്ലെങ്കിൽ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളോ പോയിട്ടാണ് അത് ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. പണ്ട് ഈ സ്രാവിനെയൊക്കെ പിടിക്കാനായിട്ട് കൊല്ലത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തെ പളനി സ്രാവിനെ പിടിക്കാൻ പോയ കഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത്രയുള്ള സ്രാവിടുത്തമൊക്കെ ഇപ്പൊ ഏകദേശം അസ്തമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1970-കളിലാണ്, 1970-ൽ ആണ് ആദ്യമായിട്ട് ഫിഷിംഗ് ബോട്ടുകൾ കേരളത്തിൽ വരുന്നത്. അത് കൊല്ലം നീണ്ടകര തുറമുഖത്താണ്. നീണ്ടകര തുറമുഖമല്ല, നീണ്ടകര മത്സ്യബന്ധന കേന്ദ്രത്തിലാണ് ആദ്യമായിട്ട് 10-11 യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അതെന്ന് പറയുന്നത് ബേബി ജോൺ ഒരു കേന്ദ്രമാണ്. അവിടെ അതുവരെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. അപ്പൊ യന്ത്രവൽകൃത ബോട്ടിംഗ്, അതായത് ബോട്ട് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ എതിർത്തു. അവിടെ വലിയ ശണ്ട ഉണ്ടായി, തീവപ്പ് കൊള്ളിവെപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ. അത് ഈ 11 ബോട്ടുകൾ, അന്ന് തുടങ്ങിയ 11 ബോട്ടുകൾ ഇന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഒരു 5-8 വർഷം മുമ്പ് അത് 3000 ബോട്ടുകളോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് അതൊരു കാലത്തിന്റെ മാറ്റമാണ്. അപ്പം ഈ മത്സ്യബന്ധന തൊഴിലാളികളിൽ പലരും തന്നെ വള്ളത്തിൽ പോയി മത്സ്യബന്ധനം നടത്തിയിരുന്ന തൊഴിലാളികൾ ഈ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. യന്ത്രവൽകൃത ബോട്ടുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വലിയ മാസമായിട്ട് മീൻപിടുത്തമൊക്കെ തുടങ്ങി. അവരുടെ സാമൂഹിക ചുറ്റുപാടുകളും സാമ്പത്തിക ചുറ്റുപാടുകളും ഉയർന്നു. അവര് വേറൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ജാതീയമായിട്ടൊന്നുമല്ല, എക്കണോമിക് കമ്മ്യൂണിറ്റി, അതായത് വള്ളക്കാരിൽ നിന്നും ഉയർന്ന ഒരു എക്കണോമിക് കമ്മ്യൂണിറ്റി ആയിട്ട് അവർ വളർന്നു. അതിനവരെ സഹായിച്ചത് യന്ത്രവൽകൃത ബോട്ടുകളാണ്. അവര് നല്ല വീട് വെച്ചു, നല്ല ആതുര സേവനം തേടി, കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ അവരൊരു വളർച്ചയുടെ പാതയിലേക്ക് പോയി. എപ്പോഴും അവിടെ വള്ളത്തിൽ പോയി മത്സ്യം പിടിക്കുന്നവരുണ്ട്. അവര് പിന്നീട് യന്ത്രം വെച്ചിട്ടുള്ള,
അതായത് മണ്ണെണ്ണ ഒഴിച്ചോടിക്കുന്ന യന്ത്രം വെച്ചിട്ടുള്ള ബോട്ടുകളാക്കി. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളെ കിട്ടാനുള്ള അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം, കടലിൽ വെള്ളത്തിൽ പോയി മീൻ പിടിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു വിധത്തിലും രക്ഷപ്പെടരുത്, അല്ലെങ്കിൽ അവരിങ്ങനെ ഡൗൺ റോഡനായിട്ട് കിടക്കണം, മത്സ്യത്തൊഴിലാളികളെ ഇപ്പോഴും പഴയ വള്ളത്തിലോ അല്ലെങ്കിൽ യമഹ വെച്ച വള്ളത്തിലോ പോയി മീൻ പിടിച്ചാൽ മതി, ബോട്ടിൽ പോയി പിടിക്കുന്ന കക്ഷികളെ ഇവർ മറന്നു. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് സാധാരണ തുഴഞ്ഞു പോകുന്ന വള്ളത്തിൽ നിന്നും യന്ത്രവൽകൃത വള്ളം, പിന്നീട് ബോട്ടുകൾ, ഇതിലേക്കൊക്കെ ഉയർച്ചയ്ക്കനുസരിച്ചിട്ട് ഇവരുടെ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റം ഇനിയും വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് കേന്ദ്രീകൃത കേന്ദ്രത്തിന്റെ നയം അനുസരിച്ചിട്ടുള്ള യന്ത്രവൽകൃത കപ്പലുകളിൽ മത്സ്യബന്ധനം നടത്തുകയും അതിന്റെ പ്രോസസ്സിങ്ങും അതിന്റെ സെയിലും അതിനുള്ളിൽ തന്നെ നടക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മളുടെ മത്സ്യബന്ധന രീതി ഉയർന്നു കഴിഞ്ഞാൽ ആ ബ്ലൂ എക്കണോമിക്ക് അത് തരാൻ പോകുന്ന ഇമ്പാക്ട് എന്താണെന്നുള്ളത് ഈ രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നില്ല. അവർക്കിവിടെ ജനം രക്ഷപ്പെടണമെന്ന് യാതൊരു ആവശ്യവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് വെക്കേണ്ട ഒരു ഇമ്പറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കപ്പലോ കമ്പനികളോ ഇവിടെ വരുന്നതിനെ അല്ല ഞങ്ങൾ എതിർക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക്, അതായത് വള്ളത്തിലും ബോട്ടിലും പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് മുന്നേറ്റം കിട്ടും? നിങ്ങൾ കപ്പലിലെ മീൻപിടുത്ത തൊഴിലാളികളെ എടുക്കുമ്പോൾ അതിൽ ഇത്ര ശതമാനം ആളുകളെ ഇവിടുത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് എടുക്കണം. ഇങ്ങനൊരു കണ്ടീഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാൽ മുന്നോട്ട് വെക്കേണ്ടിയിരുന്നത്. അദ്ദേഹം അതല്ല ചെയ്തത്. ഇതിന് ഒരു ഉദാഹരണത്തോടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. MC റോഡ്, CP രാമസ്വാമിയുടെ കാലത്ത് MC റോഡ് പുനരുദ്ധരിക്കുമ്പോൾ കോൺട്രാക്ടർമാർക്ക് കൊടുത്തിരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഈ പുനരുദ്ധാരണം അല്ലെങ്കിൽ അതിന്റെ വീതിയൊക്കെ കൂട്ടുകയാണ്. അപ്പൊ ഈ പുനരുദ്ധാരണം നടത്തുമ്പോൾ അതാത് ലൊക്കാലിറ്റിയിലുള്ള തൊഴിലാളികൾക്ക് നിങ്ങൾ 50% തൊഴിലാളികളെ അതാത് ലൊക്കാലിറ്റിയിൽ നിന്ന് എടുക്കണം. കാരണം അവർക്ക് ഈ തൊഴിൽ കിട്ടുമ്പോൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാണിക്കേണ്ടത്. അതിന് പകരം നമ്മൾ ബ്ലൂ എക്കണോമി എതിർത്തുകൊണ്ടൊരു കാര്യമില്ല. അവര് കള്ളത്തരത്തിൽ വന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള കടൽ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അവരാണ് നയം കൊണ്ടുവന്നിരിക്കുന്നത്. അവരവിടെ കപ്പലിറക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ മത്സ്യബന്ധനം നടക്കും. നമ്മൾ ഇവിടെ ഇരുന്ന് കരയിലിരുന്ന് സമരം ചെയ്യുകയും പട്ടിണിയാകുകയും ചെയ്യുകയല്ലാതെ ഇതിൻ്റെ അകത്തൊരു മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവരെ, അതായത് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളെ, അതിന് ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അതുകൂടെ കൊടുത്ത് ഈ കപ്പൽ വഴി നടത്തുന്ന മത്സ്യബന്ധനത്തിന്റെ ക്രൂവിലേക്ക് കയറ്റിവിടാനുള്ള നടപടികൾ എടുത്താൽ നന്നായി. യെസ്, എന്തായാലും KC വേണുഗോപാൽ പറയുന്നത് പോലെ മത്സ്യ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ മത്സ്യസമ്പത്ത് ആശങ്കയിൽ, പ്രതിസന്ധിയിൽ എന്നൊക്കെയുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അശോക് സാർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ തീരദേശത്ത് കുറച്ച് വോട്ടുകളുണ്ട്. KC വേണുഗോപാലിന് അത് ഉറപ്പിക്കാനുള്ള, അല്ലെങ്കിൽ അവരെ ഒന്ന് തലോടി സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് അദ്ദേഹം എന്ന് വേണം ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലൊക്കെ മനസ്സിലാക്കാൻ. വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.